ഓ ഷോ നവാസ് ഷോ മാത്രമല്ല, ഒരു എന്ത് കുഞ്ഞു മനസ്സാണ്, എന്ത് നിഷ്കളങ്കതയാണ്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് തുടക്കം തൊട്ടേ ഒരുപാട് മാനിപ്പുലേഷൻ നടത്തിയിട്ടുള്ള ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അത് ഇപ്പം അപ്പാനിയും ഉണ്ടായിരുന്ന സമയത്ത് അപ്പാനിയും അക്ബറും ഇവരൊക്കെ തനിക്കെതിരെ തിരിഞ്ഞ് തുടക്കം തൊട്ട് ഞാൻ വന്നു തൊട്ട് നീയൊക്കെ എനിക്കെതിരെ തിരിഞ്ഞവൻ അല്ലേടാ എന്നും പറഞ്ഞിട്ട് ഭയങ്കര മാസ് ഡയലോഗും കാര്യങ്ങളുമാണ്. സത്യം പറഞ്ഞാൽ ഷാനവാസിനെതിരെ ഇവിടെ ആരും തന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതിനകത്തൊക്കെ എനിക്കും ഉറപ്പ് പറയാൻ പറ്റും. കാരണം ഷാനവാസിനെ ആ പറയുന്ന പുകഞ്ഞ ഗുള്ളി പുറത്തെന്ന് പറഞ്ഞ ആ സംഭവത്തിൽ തന്നെ ഷാനവാസിനെ അവർ സേവ് ചെയ്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് ആക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവിടെ കളിച്ചു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതായത് മീൻസ് ഷാനവാസ് ഇത് കൊണ്ടുപോയി എല്ലാവരിലും ഇൻജക്ട് ചെയ്ത് കൊടുത്ത്, പക്ഷേ ഷാനവാസിന് പൊട്ടത്തരമാണ്. ഷാനവാസിനെ ആരും തന്നെ ഈ പറഞ്ഞ വാക്കുകളിൽ വിശ്വസിച്ച്, അതായത് ഇൻഫ്ലുവൻസ്ഡ് ആയി അവിടെ ആരും നിൽക്കുന്നില്ല എന്നുള്ളത് ഇന്നത്തെ ദിവസം മനസ്സിലായി. കാരണം എല്ലാവരും ജയിൽ നോമിനേഷനിലേക്ക് ഷാനവാസിനെ പറഞ്ഞു വിടുമ്പോൾ ഷാനവാസ് കഷ്ടപ്പെട്ട് എല്ലാവരുടെ പോയി താൻ അങ്ങനെ ചെയ്തിട്ടില്ല, താൻ ഇങ്ങനെയായിരുന്നു ചെയ്തത്, താൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, തന്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച ഓരോ ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവെന്ന് പറയുന്നത് ജയിൽ നോമിനേഷനിലേക്ക് ഷാനവാസിനെ ഏകകണ്ഠേനയായിട്ട് തെരഞ്ഞെടുത്തതാണ്. 9 വോട്ടാണ് ഷാനവാസിന് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഈ മട്ടന്റെ പ്രശ്നം അത് ഷാനവാസിനെ തെരഞ്ഞെടുക്കേണ്ട കാര്യം തന്നെയാണ്. ശരിക്കും ഷാനവാസ് കുറേ ആയിട്ട് ഈ പറയുന്ന കണക്ക് അത് അനുമോള് പറയുമ്പോഴാണ് സത്യം പറഞ്ഞ അനുമോളെ ഷാനവാസ് പറയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഷാനവാസിനെ അനുമോള് ശരിക്കും കൊടയുന്നുണ്ട്. അതായത് ഈ പറയുന്ന കണക്ക് മട്ടന്റെ കേസ് പറയുമ്പോൾ മട്ടൻ ഒരു നിസ്സാര കാര്യമായിട്ടും സ്നാക്സ് എന്ന് പറയുന്നത് ഇതുമായിട്ട് താരതമ്യപ്പെടുത്തിയും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അനുമ്പോൾ ആ പറഞ്ഞത് പോയിന്റ് ആണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ചോക്ലേറ്റ് വരുമ്പോഴോ അത് പകുത്ത് കൊടുക്കുന്ന കണക്കായിരിക്കത്തില്ല മട്ടൻ കറി വരുമ്പോൾ ഒരു മട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. അത് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയേ പറ്റൂ. കാരണം അത്രയും പേർക്ക് ഒരാൾക്ക് മട്ടൻ കഴിക്കാൻ കൊതിയുള്ള ഒരാൾക്ക് അത് മിസ്സായാൽ അത് നെഗറ്റീവാണ്. നേരെ മറിച്ച് സ്നാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വിശപ്പ് മാറാനുള്ള ഒരു ഫുഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് ഒരെണ്ണം മിസ് ചെയ്താലോ ഒരാൾക്ക് കൂടിപ്പോയാലോ ഒരാൾ കട്ടെടുത്താലോ വലിയൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ആ ഹൽവ കേസിൽ അനുമോളെ ന്യായീകരിക്കുന്നില്ല. ഹൽവയുടെ കേസിൽ അനുമോള് ഈ പറയുന്ന അത് വെച്ചിട്ട് കളിച്ചതൊക്കെ ഞാൻ കണ്ടതാണ്. അതായത് ഈ പറയുന്ന ഫാമിലിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ബിന്നിയുടെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ അലുവയൊക്കെ എടുത്തുകൊണ്ട് പോയി തമാശ കളിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അനുമോളെ ആ കാര്യത്തിൽ ഞാൻ ന്യായീകരിക്കുന്നില്ല, അതവിടെ വിട്ടേക്ക്. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാരി ആ കാണിച്ചതും തെറ്റാണ്. പുള്ളിക്കാരി അത് മാത്രമല്ല അനുമോള് പല ചെറിയ ചെറിയ കള്ളത്തരങ്ങളിലൊക്കെ അനുമോൾക്ക് പങ്കുണ്ട്. ഇപ്പൊ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനാണെങ്കിലും ഇതൊന്നും മറ്റുള്ളവർ അറിയാതെ തന്നെ അനുമോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതും ഈ അനുമോൾ ചെയ്ത ആ ഒരു പ്രവൃത്തിയുമായിട്ട് ഈക്വൽ ആയിട്ട് ഈ പറഞ്ഞ മട്ടന്റെ കേസ് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ അനുമോള് ഷാനവാസിനെതിരെ സംസാരിച്ചപ്പോൾ ശരിക്കും കാര്യങ്ങൾ പറഞ്ഞേ. അതിനകത്ത് എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മല്ലിയിലെ അന്ന് ഈ പറയുന്ന നെവിൻ എടുത്തോണ്ട് പോയപ്പോൾ അനുമോൾ അതിനെതിരെ ചോദ്യം ചെയ്തു. നെവിനെ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ അനുമോൾ അത് ചോദ്യം ചെയ്തത് അനുമോൾ അന്ന് കിച്ചൺ ടീമിൽ ഉള്ളത് കൊണ്ട്. പക്ഷെ ഷാനവാസ് അതിന്റെ പിന്നാലെ പോയി ആ നെവിനെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്ത് ആ നെവിനുമായിട്ട് വഴക്കടിച്ച് അവസാനം ഫൈറ്റിലെത്തി കപ്പ് പൊട്ടിക്കേണ്ട അവസ്ഥ എത്തിയത്. അന്നേരം ആ ഷാനവാസിനെയും ഈ പറയുന്ന അനുമോള് ഫൈറ്റ് ചെയ്ത മീൻസ് ഷാനവാസിനോടും അനുമോള് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന്. അതും അവിടെ ഈ ഒരു ജയിൽ നോമിനേഷന്റെ ടൈമിൽ ഒരു വലിയ റിവ്യൂ ആണ് എൻ്റെ പൊന്നേ അനുമോള് പറഞ്ഞത്. അതും പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അനുമോള് ഷാനവാസിനെതിരെയുള്ള കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ തിരിച്ച് ഷാനവാസ് അനുമോളെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകും. അത് കേട്ടപ്പോൾ നമ്മുടെ ജിസേലും ശരിക്കും പറഞ്ഞാൽ ഫണ്ണാക്കി കളിയാക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മിത അയ്യോ എന്തൊരു അപരാധമാണ് ഈ ഷാനവാസിനോട് അനുമോള് കാണിച്ചത് അയ്യോ എന്ന് കാണിക്കുന്നുണ്ട്. അക്ബറിന് ചിരി വരുന്നുണ്ട്. എല്ലാം ശരിക്കും പറഞ്ഞാൽ ഫണ്ണായി പോയി. വേറൊന്നുമല്ല, ഷാനവാസ് അങ്ങനെ അധികം ഈ ചോക്ലേറ്റ് ഒന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വീറ്റ്സ് ഒന്നും കഴിക്കുന്ന ആളല്ല എന്നുള്ളൊരു കൺസിഡറേഷൻ ഈ പറഞ്ഞ അനുമോൾക്കുണ്ട്. അത് പലപ്പോഴും അനുമോള് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഷാനവാസുകാർക്കും അവർക്കൊന്നും തന്നെ ഈ ചോക്ലേറ്റിനോടൊന്നും ഇത്ര വലിയ ആക്രാന്തോ ആർത്തിയൊന്നും ഇല്ല, അതുകൊണ്ട് അവർക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അനുമോള് മറ്റൊരു ദിവസം എപ്പോഴോ പറയുന്നത് ലൈവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ പൗത്ത് കൊടുക്കുമ്പോൾ ഷാനവാസിനെ മൈൻഡ് ചെയ്യാതെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. ഇവർക്ക് എത്രയാണ് ഒരു പൗത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ ഷാനവാസ് പറഞ്ഞതെന്ന് വെച്ചാൽ മട്ടന്റെ അടി ഉണ്ടാവാനുള്ള പ്രധാന കാരണം അനുമോളാണ്. അത് മട്ടൻ എനിക്ക് അങ്ങനെ തന്നതുകൊണ്ടല്ല, എനിക്ക് മാത്രം ഇവിടെ ഒരു കൺസിഡറേഷൻ ഇല്ല. ഫുഡ് ഈ പറഞ്ഞ അനുമോൾ എല്ലാവർക്കും പൗത്ത് കൊടുക്കുമ്പോൾ എല്ലായ്പ്പോഴും അത് ചോക്ലേറ്റ് കൊടുത്തോട്ടെ ശർക്കര വരട്ടിയോ അങ്ങനെ എന്തോ ശർക്കരയുടെ എന്തോ സ്വീറ്റ് കൊണ്ടുവന്നു
പറഞ്ഞു അതായിക്കോട്ടെ എന്തായിക്കോട്ടെ എനിക്കൊന്നും തരത്തില്ല. പിന്നെ അനുമോളിന്റെ പെങ്ങളാണ്, ഈ ആദിലയും നൂറയും കൂട്ടുകൂടുന്നത് കൊണ്ടല്ല, അനുമോൾ എനിക്ക് എന്തൊക്കെയോ ആണ്, ആ പെങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നിട്ടുണ്ട്. ഉടനെ അനുമോളും ജിസേലും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ജിസേലിന്റെ അടുത്ത് അനുമോൾ പറയാ അയ്യോ എന്നോ ഒരു ദിവസം ഒരു കാര്യം ചെയ്യുന്നതിനാണ് ഈ കിടന്ന് പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ ഒരാങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അനുമോള് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന്റെ കുറച്ച് ഷോ ഉണ്ട്, അനുമോളുടെ ഭാഗത്തും ഇതേപോലുള്ള കുറച്ച് ആക്ഷൻസ് ഉണ്ട്, അതായത് അഭിനയിച്ച് നിൽക്കുന്നുണ്ട്. അത് അഭിനയിക്കുന്നതാണോ ഈ കൺസിസ്റ്റൻസി, നമുക്കിപ്പോൾ എപ്പോഴും ക്യാരക്ടറിൽ ഇതേ കൺസിസ്റ്റൻസി ഉണ്ടാവത്തില്ലല്ലോ. അനുമോളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, പുള്ളിക്കാരിക്ക് എല്ലാം പുള്ളിക്കാരി നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്, അടിപൊളിയായിരിക്കണം, പുള്ളിക്കാരിയെ കുറിച്ച് എല്ലാവരും അടിപൊളിയാണെന്ന് പറയണം. പക്ഷേ ഒരു വ്യക്തി എപ്പോഴും അടിപൊളി ആയിരിക്കത്തില്ല. പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. അത് അനുമോൾ ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, അനീഷിനും ഈ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ല. കാരണം മനുഷ്യർക്ക് അങ്ങനെ ആവാൻ പറ്റില്ല, പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. പക്ഷെ അനുമോൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ എന്തുവാ, താൻ ഇവിടെ പെർഫെക്റ്റ് ആണ് എന്ന് മറ്റുള്ളവർ പറയണം, താൻ അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോകും, അറിയത്തില്ല, കോൺഷ്യസ് ആയിട്ടല്ല ഈ കയ്യിൽ നിന്ന് പോകുന്നത്. അതാണ് അനുമോൾക്ക് പറ്റുന്നത്. ഏതായാലും ശരി, അനുമോളുടെയും ഈ ഷാനവാസിന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു പോര് തന്നെയായിരുന്നു, വാക്പോരായിരുന്നു, ഭയങ്കര ഡിബേറ്റ് ആയിരുന്നു. അനുമോൾ പറയാറുണ്ട്, ഈ ക്യാമറ ഓൺ ആക്കി ഒരു ടാസ്ക് കൊടുക്കുമ്പോഴത്തേക്കും അനുമോൾ അത് നന്നായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് ഈ ഒരു ജയിൽ നോമിനേഷൻ വന്നപ്പോൾ ഇതുവരെ അനുമോള് ഡിബേറ്റ് ടാസ്ക് ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ, അനുമോൾ അവിടെയൊക്കെ തോറ്റ് തുന്നം പാടിയിട്ടുണ്ട്. പക്ഷേ ഈ ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് അനുമോൾ പറയേണ്ടതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ എണ്ണി 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 പറയുന്നത് നമ്മൾ കണ്ടു. ഇതേ കണക്ക് സംസാരിക്കാൻ അനുമോൾക്ക് പറ്റുമെന്നെങ്കിൽ ആ പറയുന്ന ഡിബേറ്റിനൊക്കെ അനുമോൾക്ക് ജയിച്ചുകൂടായിരുന്ന. ഏതായാലും ശരി, ഷാനവാസും അനുമോളും രണ്ടും കണക്കാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.